ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷം പങ്കുവയ്ക്കാനാണ്. ഈ ഒരു വീട് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് അന്തിയൂർക്കോണം എന്ന സ്ഥലത്താണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 250 മീറ്റർ മാത്രം മാറിയിട്ടാണ്. അന്തിയൂർക്കോണം ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ 1 കിലോമീറ്ററാണ്. നമ്മുടെ മലയൻകീഴിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 3 കിലോമീറ്റർ. നമ്മുടെ ട്രിവാൻഡ്രം സെൻറ്ററിൽ നിന്ന് നമുക്കൊരു 15 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ വീടിൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീട് 4 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ബാക്കി 2 ബെഡ്റൂമും മുകളിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനൊക്കെ തന്നെ നല്ല കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് വരുന്നത്. ഇതപ്പോൾ നമുക്ക് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് വരുന്ന ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഫുള്ള് തറയിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൈഡിലുണ്ട് നല്ല പ്ലാന്റ് ഒക്കെ കൊടുത്ത് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് പൈപ്പ് കണക്ഷനും കിണറും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്കിവിടെ കിണർ വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ കണ്ടോ ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത് 12x6 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇനി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഫ്രണ്ട് ഡോറ് കണ്ടോ, മെയിൻ എൻട്രൻസ് ഡോറ് ഫുള്ളും തന്നെ നമുക്ക് പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ വരുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ടൈലിംഗ് നമുക്ക് കണ്ടോ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്ക് മുകളിൽ സീലിങ്ങിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ് വരുന്നത്. ബാക്കിൽ നമുക്കിവിടെ ഒരു ടെക്സ്റ്റർ വർക്കാണ് പുറകിൽ നമുക്ക് ചുമലിൽ കണ്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 16x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഭാഗത്തോട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ നല്ല വിശാലമായിട്ട് സ്പേസും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയ 14x12 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാഷിംഗ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ബോർഡ് വർക്ക് തന്നെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഒരു വലിയൊരു മിറർ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സ്റ്റെയറിലോട്ട് പോകുന്ന അതിൻ്റെ താഴെയായിട്ടും നമുക്ക് കുറച്ച് ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻവേർട്ടർ നമുക്ക് സെക്യൂരിറ്റി ക്യാമറയുടെ ഒക്കെ യൂണിറ്റൊക്കെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിൽ നമുക്ക് 3 ഫേസ് കണക്ഷനാണ് വരുന്നത്. വിഗേഡിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. നമുക്ക് നേരെ ഈ കാണുന്ന ഭാഗത്താണ് നമുക്ക് കിച്ചൺ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന കിച്ചൺ നമുക്ക് 14x12 ഡയമെൻഷനിലുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ളും തന്നെ ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള കബോർഡ്സാണ് വരുന്നത്. ഫുള്ളും നമുക്ക് ബോർഡ് വർക്കാണ് ഫുള്ളും ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു സിങ്ക് വരുന്നുണ്ട്. ഇതാണ് നമുക്കിവിടെ സിങ്ക് വരുന്നത്. അപ്പം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെയാണ് നമുക്ക് തറയിലും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ഒക്കെ നമ്മൾ കണ്ടു. നമുക്ക് കിച്ചണും കണ്ടു. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ബാക്കി ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഒരു ബെഡ്റൂം നമുക്ക് കയറി കാണാം. നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്ലൂ കളർ തീമിൽ നമുക്കൊരു വാളാർട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ഭാഗത്ത് വരുന്നുണ്ട്. ബ്ലൈൻഡ്സ് ഒക്കെ നമുക്കിവിടെ അതിനുവേണ്ടി യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വരുന്ന വാർഡ്രോബ് മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് വരുന്നത്. നടുക്കായിട്ട് മിററൊക്കെ ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിന് വരുന്നത്. അപ്പോൾ ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഷവർ ഈ ഭാഗത്ത് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ ആയിട്ട് ലൈറ്റിങ്ങും മിറർ, ഇപ്പോൾ വാഷ് ബേസിനും നമുക്കെല്ലാം തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കയറുന്ന സ്റ്റെയർ ഫുള്ളും നമുക്ക് തറയിൽ ഗ്രാനൈറ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കയറുന്ന ഭാഗത്ത് ഫുള്ള് ഹാൻഡിൽസ് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ കണ്ടോ ഒരു ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ജസ്റ്റ് ഇന്ന് കറങ്ങുന്ന ടൈപ്പ് പോലത്തെ ഫാൻസി ലൈറ്റാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്.
അപ്പോൾ നമുക്ക് പിന്നെ ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ടൊക്കെ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുകളിൽ കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് മുകളിലത്തെ ലിവിങ് ഏരിയയും ബാക്കി ഇവിടുത്തെ 2 ബെഡ്റൂം ഇനി മുകളിലാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം കയറി കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോൾ നമുക്ക് 18x16 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് TV യൂണിറ്റ് കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരു TV യൂണിറ്റ് ഈ ഭാഗത്ത് ഒരു ബോർഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്കൊരു ഫാൻസി ലൈറ്റിങ് കൊടുത്തിട്ടുള്ളത് കണ്ടോ, ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് പോകുന്ന ടൈപ്പ് ഒരു ഫാൻസി ലൈറ്റ് നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ നിന്ന് കയറി വന്ന സ്റ്റെപ്പ് കണ്ടോ, നമുക്ക് ഇങ്ങനെയാണ് കയറി വന്നത്. നമുക്ക് ഇനി കയറി മുകളിലെത്തുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു ലിവിങ് ഏരിയയിലോട്ട് അപ്പോൾ എത്താൻ പറ്റും. നമുക്കിനി ഇവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്ത്, 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ആ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷം കൂടെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് TV യൂണിറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള നമുക്ക് ബെഡ്റൂം നോക്കാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 16x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്കിവിടെയും ബാക്ക് സൈഡിൽ ഒരു വാൾ ആർട്ട് നമുക്കിവിടെയും ചെയ്തിട്ടുണ്ട്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. 2 വിൻഡോ ആണ് നമുക്ക് 2 ഭാഗത്തായിട്ട് വരുന്നത്. ബ്ലൈൻഡ്സ് ഒക്കെ അവിടെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെയാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടെയിലും ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സ്പെക്കും നമ്മൾ താഴെ കണ്ട അതേ ഒരു രീതിക്കുള്ള എല്ലാ സ്പെക്കും നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. ഇവിടെയും നമുക്ക് പുറകിൽ ഒരു വാളാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 വിൻഡോ തന്നെയാണ് ഇവിടെയും വരുന്നത്. ബ്ലൈൻഡ്സ് ഒക്കെ യൂസ് ചെയ്തതാണ്. മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് PVC ഡോർ കൊടുത്തിട്ടുണ്ട്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടെയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഡിസൈൻ ഉണ്ടോ, ടെയിലിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് നോക്കേണ്ടത്. നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ ഒരു 14x4 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് ഇവിടെ ബാൽക്കണിയിൽ കൊടുത്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഈ ഒരു ഇത്രയും നമുക്ക് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റീലിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് റോൾസ് കൊടുത്തിട്ടുണ്ട്. ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് വേറെയും ധാരാളം വീടുകളും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്കിവിടെ ഈ വീടിന് കൂടാതെ നമുക്ക് ബാക്ക് സൈഡിൽ ഒരു ബാൽക്കണി പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് പുറകിൽ നമുക്ക് ബാൽക്കണി വരുന്നത്. ഇത്രയും സ്പേസ് നമുക്കിവിടെ ബാൽക്കണി പോലെ നമുക്ക് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് മുകളിൽ ടെറസിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 ബെഡ്റൂമും ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 60 ലക്ഷമാണ്. അത് തീർത്തും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്കിപ്പം ഹോം ലോണാണ് നിങ്ങൾ വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോണിൻ്റെ കേസെല്ലാം നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വന്ന് കാണാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.